നമുക്കിന്നൊരു ഹെൽത്തി സാലഡ് അല്ലെങ്കിൽ മുളപ്പിച്ച ചെറുപയറും കാമ്പും കൂടിയുള്ള തോരൻ ഉണ്ടാക്കാം. അതിനാദ്യം വേണ്ടത് മുളപ്പിച്ച ചെറുപയർ ഒരു 2 കപ്പ്, പിന്നെ കാമ്പ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ കറിവേപ്പില, പച്ചമുളക്, തക്കാളി 1, ഉള്ളി, പിന്നെ ചെറുനാരങ്ങ, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇതിനാദ്യം നമുക്ക് കാമ്പ് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കാം. മുറിച്ച് വെച്ച കാമ്പിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്മി വയ്ക്കാം. അതിനുശേഷം കറിവേപ്പില ഇട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് മുളപ്പിച്ച ചെറുപയർ ഇടാം. മുളപ്പിച്ച ചെറുപയർ നമുക്ക് പച്ചയ്ക്ക് കഴിക്കുന്നത് തന്നെ നല്ലത്. പക്ഷേ കുട്ടികളൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ആവി കയറ്റി എടുക്കുന്നത് നന്നായിരിക്കും. ഇത് നന്നായി വേവേണ്ട കാര്യമില്ല. ഇതിലേക്ക് ഒന്ന് ആവി കയറിയാൽ മാത്രം മതിയാവും. ചെറുതായിട്ടൊന്ന് വെന്താൽ മാത്രം മതി. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റിയെടുക്കാം. പകുതി വേവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വെളുത്തുള്ളി ചതച്ചത് ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് ചെറുതായി ഒന്ന് തണുത്ത ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇതിലേക്ക് ചേർക്കുക. ചെറുപയർ ഒന്ന് ആവി കയറ്റിയത് പകുതി തണുപ്പായതുകൊണ്ട് ചെറുതായിട്ട് ചൂട് മാറിയതിന് ശേഷം വേണം നമുക്ക് ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അതിലിടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചെറുതായി തണുത്തിട്ടുണ്ട്. ഇനി ഈ ഉപ്പും കറിവേപ്പിലയും കൂടെ തിരുമ്മി വെച്ച കാമ്പും സവാള മുറിച്ചതും തക്കാളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് യോജിപ്പിക്കാം. നമുക്ക് ലാസ്റ്റ് ആണ് ഈ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കേണ്ടത്. എല്ലാം ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. എല്ലാം മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. ഒരെണ്ണം മുഴുവനായിട്ട് തന്നെ പിഴിഞ്ഞ് വയ്ക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി സാലഡ് റെഡി ആയിട്ടുണ്ട്.